കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ശിവക്ഷേത്രങ്ങളിലൊന്ന് തൃശൂർ എന്ന പേരിന് തന്നെ ആധാരമായ ശ്രീ ശിവപേരൂർ വാഴുന്ന വടക്കുന്നാഥന്റെ സന്നിധി. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃശൂരിന്റെ സാംസ്കാരിക ഹൃദയമിടിപ്പായ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത കേരളത്തിന്റെ ഐശ്വര്യത്തിനായി ശിവചൈതന്യം കുടിയിരുത്തിയ സ്ഥലമാണിതെന്ന് ഐതിഹ്യം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ വിസ്മയമാണ്. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് സാംസ്കാരിക പുരസ്കാരം നേടിയ ഈ ക്ഷേത്രം അതിൽക്കകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ശാന്തത കൈവരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ ശിവലിംഗമാണ്. നൂറ്റാണ്ടുകളായി ഭക്തർ അർപ്പിക്കുന്ന നെയ് കൊണ്ട് ശിവലിംഗം പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 10 അടിയിലധികം ഉയരമുള്ള ഒരു നെയ്മലയായി ഇത് മാറിയിരിക്കുന്നു. എത്രയോ കാലത്തെ പഴക്കമുണ്ടായിട്ടും അനേകം വിളക്കുകൾ അടുത്തുണ്ടായിട്ടും ഈ നെയ് ഉരുകുകയോ കേടുവരുകയോ ചെയ്യുന്നില്ല എന്നത് ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത അത്ഭുതമായി തുടരുന്നു. മഹാശിവനെ കൂടാതെ പാർവതി ദേവി, ഗണപതി, രാമൻ, ശങ്കരനാരായണൻ എന്നിവർക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. ആദിശങ്കരാചാര്യർ തൻ്റെ അവസാന നാളുകൾ ചിലവഴിച്ചതും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ കൂത്തമ്പലം കലകളുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ്. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥൻ ആതിഥേയനാകുന്നുണ്ടെങ്കിലും ഒരു ദിവസം വടക്കുന്നാഥന് എഴുന്നള്ളിപ്പുകൾ ഒന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ശിവരാത്രിയും ആനയൂട്ടും ഇവിടുത്തെ വലിയ വിശേഷങ്ങളാണ്. തൃശൂരിൻ്റെ ഐശ്വര്യമായി വടക്കുന്നാഥൻ ഇന്നും കുടികൊള്ളുന്നു. ഭക്തിയുടെയും ചരിത്രത്തിൻ്റെയും ഈ സംഗമഭൂമി സന്ദർശിക്കാത്ത മലയാളികൾ കുറവായിരിക്കും. വടക്കുന്നാഥൻ്റെ ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.